ഭൂമിയേക്കാൾ രണ്ടിരട്ടിയിലധികം പ്രായമുള്ള ആ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് നമ്മുടെ സൗരയൂഥത്തിലേക്ക് കടന്നു വരുന്നു. അതോടുകൂടി ആസ്ട്രോണോമിക്കൽ കമ്മ്യൂണിറ്റി തന്നെ, ഗവേഷകർ തന്നെ രണ്ട് ചേരിയായി തിരിയുന്നു. അതൊരു ഏലിയൻ ടെക്നോളജി ആകാമെന്ന് അവകാശപ്പെടുന്ന ആളുകളും അതിനെ പൂർണ്ണമായി നിഷേധിക്കുന്ന ആളുകളും. ഒരുപക്ഷെ ഭൂമിയിലെങ്ങാനും വന്നു പതിച്ചാൽ മനുഷ്യരാശിയെ പോലും പൂർണ്ണമായിട്ടും തകർത്തെറിയാൻ ശേഷിയുള്ള 3i അറ്റ്ലസ് എന്ന ആ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റിനെ കുറിച്ച് വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ തോതിലുള്ള ചർച്ചകളാണ് 3i അറ്റ്ലസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ US-ൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും ഡിബേറ്റുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. US-ൽ ഈ അടുത്ത കാലത്തായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഗവൺമെൻറ് ഷട്ട് ഡൗൺ പോലും ഈ ഒരു 3i അറ്റ്ലസിനെ മൂടി വെക്കാൻ വേണ്ടി, അതൊരു ഏലിയൻ ടെക്നോളജി ആണ് എന്ന് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി US ചെയ്തിട്ടുള്ള ഒരു കുതന്ത്രമായിരുന്നു എന്ന് പോലും അവകാശപ്പെടുന്ന ആളുകളുണ്ട്. വിശദമായ രീതിയിൽ തന്നെ എന്താണിത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരുപാടധികം കോൺസ്പിറസി തിയറീസും അലിഗേഷൻസും ഒക്കെ ഈ പാവം ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നത് എന്ന് വിശദമായി തന്നെ നമുക്ക് നോക്കാം. സംഭവം നടക്കുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ 1-ാം തീയതിയാണ്. ചിലിയിൽ നമ്മളൊരു അറ്റ്ലസ് സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം. ഒരു ടെലസ്കോപ്പാണ്, ഒരു ദൂരദർശിനിയാണ്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മുടെ ഈ അറ്റ്ലസ് ജൂലൈ 1-ാം തീയതി കണ്ടെത്തുകയുണ്ടായി. ആദ്യഘട്ടങ്ങളിൽ തന്നെ അതൊരു ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആണ്, അതായത് നമ്മുടെ സൗരയൂഥത്തിനും പുറത്ത് നിന്നുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേഗത എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 61 കിലോമീറ്റർ ആണ്. അതായത് മണിക്കൂറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മണിക്കൂറിൽ ഏറെക്കുറെ 2,20,000 കിലോമീറ്റേഴ്സോളം വേഗതയിലാണ് ആ ഒരു ഒബ്ജക്റ്റ് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല മുമ്പേ നമ്മൾ ഇത്തരത്തിലുള്ള 2 ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്ന് വരുന്നത് 2017 ഔമുവാമുവ എന്നാണ് അന്ന് നമ്മൾ അതിന് പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല 2019 ഇതുപോലെ മറ്റൊരു ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2i ബൊറിസോ എന്നാണ് അന്ന് നമ്മൾ അതിന് പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ മൂന്നാമതായിട്ട് കണ്ടെത്തുന്ന ഒരു ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആണ് എന്നതുകൊണ്ട് തന്നെയാണ് 3i അറ്റ്ലസ്, കണ്ടെത്തിയിട്ടുള്ള അറ്റ്ലസും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റിന് നമ്മളിപ്പോൾ പേര് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ വലുപ്പവും വേഗതയും പ്രായവും ഒക്കെ തന്നെയാണ്. ബാക്കി നമ്മളിപ്പോൾ മുമ്പേ പറഞ്ഞ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകൾക്ക് ഏറെക്കുറെ 500 മീറ്ററോളം മാത്രമായിരുന്നു വലുപ്പം ഉണ്ടായിരുന്നത് എങ്കിൽ, എന്നാൽ ഇതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഏറെക്കുറെ 0.32 കിലോമീറ്റേഴ്സ് മുതൽ 5.6 കിലോമീറ്റേഴ്സ് വരെയാണ് ഡയമീറ്റർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അതായത് കമ്പാരിറ്റീവ്ലി വലിയൊരു ഒബ്ജക്റ്റ് തന്നെയാണ്, വലിയൊരു മെറ്റിയോർ തന്നെയാണ് ഇത് എന്ന് ചുരുക്കം. മാത്രവുമല്ല ഇനി ഇതിൻ്റെ പ്രായം കണക്കാക്കുമ്പോഴാണ് നമ്മളവിടെ ഏറ്റവും അധികം ഞെട്ടിപ്പോകുന്നത്. ഏറെക്കുറെ 7 ബില്യൺ വർഷങ്ങൾക്കും മുകളിൽ പ്രായം അല്ലെങ്കിൽ പഴക്കം ഈ ഒരു മെറ്റിയോറിന് ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകാം എന്നാണ് കണക്കാക്കുന്നത്. അതായത് നമ്മുടെ ഭൂമി ഉണ്ടായിട്ട് അല്ലെങ്കിൽ സൗരയൂഥം ഉണ്ടായിട്ട് ആകെ 4.6 ബില്യൺ വർഷങ്ങളായിട്ടുള്ളൂ. അതിൽ തന്നെ നമ്മുടെ ഭൂമി ഉണ്ടായിട്ടുള്ളത് 4.54 ബില്യൺ ഇയേഴ്സ് മുമ്പാണ്. അപ്പോൾ ഭൂമിയേക്കാളൊക്കെ ഒരുപാടധികം പഴക്കമുള്ള, ഒരുപാടധികം കാലം നമ്മുടെ ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സൗരയൂഥത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ട്രജക്ടറിയാണ്. അതായത് നമ്മുടെ ഗാലക്സിയൊക്കെ തന്നെയും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതുകൊണ്ടൊക്കെ തന്നെയും നമ്മുടെ ഈ ഗാലക്സിക്ക് അകത്തുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഒബ്ജക്റ്റുകളൊക്കെ തന്നെയും കറങ്ങുന്നത്, ഭൂമി ഉൾപ്പെടെ കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഇത് നേരെ തിരിച്ചാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത് എവിടെ നിന്ന് വരുന്നു എന്ന വലിയൊരു ചോദ്യം തീർച്ചയായിട്ടും ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇനി അടുത്ത മൂന്നാമതായിട്ട് ഉയർന്നു വരുന്ന മറ്റൊരു കാര്യം നിക്കൽ ടു അയൺ റേഷ്യോ ആണ്. സാധാരണ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളിൽ, ഇത്തരത്തിലുള്ള വാൽനക്ഷത്രങ്ങളിലൊക്കെ തന്നെയും നമ്മൾ പരിശോധിച്ച് നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതിൻ്റെ മെറ്റീരിയൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ നിക്കൽ ടു അയൺ റേഷ്യോ എന്നൊക്കെ പറയുന്നത്. ഇവിടെ ആ ഒരു കാര്യം പരിശോധിക്കുന്ന അവസരത്തിൽ അയൺ റേഷ്യോ വളരെയധികം കുറവാണ്, അല്ലെങ്കിൽ തീരെ ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ നിക്കൽ വലിയ തോതിൽ തന്നെ അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ പല ആളുകളും വിശദീകരിക്കുന്നത് നിക്കൽ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ എലമെൻ്റ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇത് മറ്റേതെങ്കിലും ഒരു സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏലിയൻ ടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ള എന്തോ ഒന്നായിരിക്കാം എന്ന രീതിയിലാണ്.
തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് ഏലിയൻ ടെക്നോളജി എന്ന രീതിയിലേക്ക് ഈ ഒരു 3i അറ്റ്ലസ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളതും. ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ കൂടുതലായിട്ട് നമ്മൾ പരിശോധിക്കുന്ന അവസരത്തിൽ ഹാർവാർഡ് സയൻറ്റിസ്റ്റുകൾ പോലും, അതായത് പ്രത്യേകിച്ച് നോക്കുമ്പോൾ അവി ലോബിനെ പോലുള്ള ആളുകൾ ഇതൊരു ഏലിയൻ ടെക്നോളജി ആകാമെന്ന രീതിയിൽ വലിയ വാദങ്ങളുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഇനിഷ്യേറ്റീവ് ഫോർ ഇൻഡർസ്റ്റെല്ലാർ സ്റ്റഡീസ് എന്ന് പറയുന്ന സംഘടനയുടെ അണ്ടറിൽ ഒരുപാടധികം ഗവേഷകർ ഈ കാര്യത്തോട് യോജിച്ചുകൊണ്ട് ഒരു പ്രബന്ധം തന്നെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. വിശദമായ രീതിയിൽ ഈ ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാടധികം കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഇൻഡർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകളിൽ നിന്നൊക്കെ തന്നെയും വലിയ തോതിൽ തന്നെ വ്യത്യാസങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് എന്നൊരു കാര്യം കൊണ്ട് തന്നെയാണ് ഏലിയനുകളിലേക്ക് വലിയ തോതിൽ ഗവേഷകർ പോലും ഈ ഒരു വിഷയത്തെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ടും സവിശേഷതകൾ അവസാനിക്കുന്നില്ല. നാലാമതായിട്ട് വരുന്നത് സോളാർ ജെറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സാധാരണഗതിയിൽ മെറ്റീരിയലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളൊക്കെ തന്നെയും സൂര്യനോട് അടുത്ത് വരുന്ന അവസരത്തിൽ സോളാർ വിൻഡ് ഒക്കെ കാരണമായിട്ട് വലിയ തോതിൽ തന്നെ അതിനുള്ള ഒരു വാൽ ഉണ്ടാകാറുണ്ട്, ഒരു ടെയിൽ ഉണ്ടാകാറുണ്ട്. അതും ഈ സോളാർ വിൻഡ് കാരണം സൂര്യൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ആ ഒരു മെറ്റീരിയൽ, ആ ഒരു വാല് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ അറ്റ്ലസിൻ്റെ കാര്യം പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് സൂര്യൻ്റെ ദിശയിലേക്ക് തിരിയുന്ന രീതിയിലുള്ള ഒരു വാലാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. തീർത്തും വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഭാസം തന്നെയാണ് അവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തൊരു കാര്യം വരുന്നത് ചില കോൺസ്പിറസി തിയറികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന രീതിയിലാണെന്ന് പറയാം. അത് വോവ് സിഗ്നലുമായി ബന്ധപ്പെട്ടതാണ്. 1977 നമ്മൾ വിചിത്രമായിട്ടുള്ളൊരു സിഗ്നൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മുമ്പ് അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതിനെക്കുറിച്ച് പരാമർശിക്കാനുള്ള കാരണം അന്ന് ആ സിഗ്നൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അതേ ഡയറക്ഷനിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് വന്നിട്ടുള്ളത് എന്നൊരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും വ്യത്യസ്ത രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയും ഏലിയനുകളിലേക്ക് വലിയ തോതിൽ ആളുകൾ ചേർത്ത് വെക്കാൻ കാരണമായിട്ട് മാറുന്നുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ അടുത്തൊരു വലിയ വിഷയം വരുന്നത് മുമ്പേ നമ്മൾ പരാമർശിച്ചു വെച്ച US ഗവൺമെൻറ്റിൻ്റെ ഷട്ട് ഡൗണുമായി ബന്ധപ്പെട്ടതാണ്. ചില ബജറ്റ് ഇഷ്യൂകളൊക്കെ കാരണമായിട്ട് US ഒരു വലിയ ഷട്ട് ഡൗൺ തന്നെ നടന്നിട്ടുള്ളതായിട്ട് തീർച്ചയായിട്ടും നിങ്ങളും കേട്ടിട്ടുണ്ടാകും, നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാകും. അടിയന്തര ഘട്ടത്തിൽ വേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ഗവൺമെൻറ് ഓഫീസുകൾ മറ്റുമൊക്കെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നാസ പോലും ഷട്ട് ഡൗണിലേക്ക് അന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ 3i അറ്റ്ലസ് ചൊവ്വയുടെ ഏറ്റവും അടുത്ത് വന്ന് നിന്നിരുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയും നാസയുടെ MRO ഉപയോഗിച്ചുകൊണ്ട്, അതായത് മാസ് റെക്കഗ്നൈസൻസ് ഓർബിറ്റർ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള അതിൻ്റെ ഫോട്ടോസുകളും മറ്റുമൊക്കെ എടുക്കാൻ സാധിക്കുമായിരുന്നു. അത്തരത്തിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും പെട്ടെന്നൊന്നും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ഈ ഷട്ട് ഡൗൺ ആയിരുന്നു. സോ ഇതിനെയും പല ആളുകളും ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞത് ഇതൊരു ഏലിയൻ ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ടെക്നോളജി ആണ് എന്ന കാര്യം കൃത്യമായ രീതിയിൽ US കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ഇത്തരം ഒരു ഷട്ട് ഡൗൺ പോലും കൊണ്ടുവന്ന് എല്ലാം മൂടി വെച്ചതാണ് എന്ന രീതിയിലാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീർത്തും കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം മാത്രമായിരുന്നു ഇത്. പക്ഷേ ആളുകൾ അതിനെയും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള എക്സ്ട്രാ ടെറസ്ട്രിയൽസുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഏലിയനുകളുടെ കാര്യം കൃത്യമായിട്ട് അമേരിക്ക കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ ആയിരുന്നു. മാത്രമല്ല അതോടുകൂടെ തന്നെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെയേറെ വിചിത്രമായിട്ടുള്ള ഒരു സ്പേസ് ഷിപ്പായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. പക്ഷേ ഇതിൻ്റെയും പിന്നാമ്പുറം അന്വേഷിച്ച് പോകുമ്പോൾ ഇവിടെയും ചില ഉഡായിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സിംഗിൾ സെൽ ഓർഗാനിസത്തിൻ്റെ ഒരു മൈക്രോസ്കോപ്പിക് ഇമേജ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് അതിൽ ചില VFX ഒക്കെ ചെയ്തിട്ടുള്ളതാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ വീക്ഷിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ഫാക്ട് ചെക്കും മറ്റൊക്കെ നോക്കി പോകുന്ന അവസരത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ചേർത്ത് വെക്കുന്ന അവസരത്തിൽ നമ്മൾ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം പഴക്കമേറിയിട്ടുള്ളൊരു ഒബ്ജക്റ്റാണ്, ഒരു ഇൻഡർസ്റ്റെല്ലാർ ഒബ്ജക്റ്റാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മളെക്കാളൊക്കെ തന്നെ നമ്മുടെ ഭൂമിയെക്കാളും സൗരയൂഥത്തിനേക്കാളൊക്കെ 2 ഇരട്ടിയിലധികം പ്രായമുള്ള ഒരു ഒബ്ജക്റ്റാണത്. അതിന് വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാടധികം സവിശേഷതകളുണ്ട്. ബാക്കിയുള്ള മെറ്റീരിയലുകളൊക്കെ കാണപ്പെടുന്ന ഗ്രേയോ വൈറ്റോ നിറത്തിൽ നിന്നൊക്കെ തന്നെ മാറിയിട്ട് ബ്ലൂ കളറിലാണ് നമുക്കിതിനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇതിൽ ജലാംശം ഉണ്ടായിരുന്നു. ഇതുപോലും നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് ഒരുപക്ഷെ ജീവൻ ഉണ്ടാകാമെന്ന രീതിയിലേക്കുള്ള സാധ്യതകൾ വിളിച്ചോതുന്നതാണ്. അങ്ങനെ തുടങ്ങി ഒട്ടനവധി സവിശേഷതകൾ തീർച്ചയായിട്ടും നമുക്ക് 3i അറ്റ്ലസിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഗവേഷകർ പോലും
ഇതിലെന്തോ പന്തികേടുണ്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതൊരു ഏലിയൻ ടെക്നോളജി ആണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഏലിയൻ ടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ള വല്ല ഒബ്ജക്റ്റുകളാണോ എന്ന രീതിയിൽ പോലും ചിന്തിക്കുന്ന രീതിയിലേക്ക് ഗവേഷകരെ പോലും എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് വൈൻഡപ്പ് ആണ്. വളരെ കൃത്യമായ രീതിയിൽ 3i അറ്റ്ലസിനെ കുറിച്ച് വളരെ ലളിതമായി തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് പോലും ഒരുപാടധികം പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് ജലസാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ സൗരയൂഥത്തിന് പുറത്തും ഇത്തരത്തിൽ വെള്ളമുണ്ട് എന്നൊരു കാര്യത്തിലേക്ക് തന്നെയാണ്. സ്വാഭാവികമായിട്ടും വെള്ളമുള്ളപ്പോൾ ജീവനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടൊക്കെ തന്നെയും പ്രപഞ്ചത്തിൻ്റെ മറ്റേതോ കോണിൽ നിന്നും വന്നെത്തിയിട്ടുള്ള ഈ ഒരു ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റിലുള്ള ജലസാന്നിധ്യം നമ്മുടെ പ്രപഞ്ചത്തിൽ മറ്റു പല ഭാഗങ്ങളിലും ഒരുപക്ഷെ ജീവൻ ഉണ്ടാകാം എന്നൊരു കാര്യത്തിലേക്ക് തന്നെയാണ് തീർച്ചയായിട്ടും വിരൽ ചൂണ്ടുന്നത്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു 3i അറ്റ്ലസിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ തീർച്ചയായിട്ടും താഴ്ന്നു ചേർക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളോടൊരു ചോദ്യം: പ്രപഞ്ചത്തിൻ്റെ മറ്റേതെങ്കിലും കോണിൽ ജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്നു രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.